നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് താരജോഡികളാണ്. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ താരജോഡിയാണ് എന്നോടൊപ്പം ഉള്ളത്. ജോൺ, ധന്യ മേരി വർഗീസ്. സ്വാഗതം. രണ്ടുപേരും താരജോഡികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ അങ്ങനെയാണോ വന്നത്, അല്ല സിനിമയിലൂടെയാണോ പരിചയപ്പെട്ട് എന്താ പറയുക ലൈഫ് പാർട്ട്നേഴ്സ് ആയത് എന്നൊരു സംശയം മനസ്സിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കുണ്ട്. ഇപ്പം താരജോഡി എന്നൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ലേബിൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഡാൻസിലൂടെയാണ്. ഞങ്ങൾ പരിചയപ്പെട്ടതും സ്റ്റേജ് ഷോസ് വഴിയാണ്, ഡാൻസിലൂടെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചതും. അപ്പം സാധാരണ എല്ലാം താരജോഡികൾ എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, ജോൺ പറഞ്ഞ പോലെ സിനിമയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയാണല്ലോ താരജോഡികൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡാൻസ് ജോഡികളാണ്. ശരി, ഡാൻസ് ജോഡികളാണ്. എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഡാൻസിലാണെങ്കിലും എങ്ങനെയാണ് ആദ്യം ഈ കുട്ടിയാണ് എൻ്റെ, രണ്ടുപേരടുത്തുള്ള ചോദ്യമാണ്, ധന്യക്കായാലും ജോണിനായാലും, എങ്ങനെയാണ് ലൈഫ് പാർട്ട്ണറിനെ, ഇതാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഞങ്ങൾ കുറേ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ ഒരുപാട് കുറേ ഇന്റർവ്യൂസിൽ ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പം 3.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ഡാൻസിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു ഷോയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ധന്യനെ കാണുന്നത്. പിന്നെ ഇപ്പറഞ്ഞുള്ള എന്താ ഒരു നിമിത്തം എന്നൊക്കെ പറയില്ലേ, അത് ഞങ്ങൾ രണ്ടുപേരും വളരെ അധികം ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു നിമിത്തം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും ആ ഒരു പ്രോഗ്രാമിലൂടെ എത്തിച്ചേരാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഒരു സുപ്രഭാതത്തിലെ എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് അല്ല, രണ്ട് നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓൾറെഡി ഇപ്പം ഞാനായിരുന്നു ആ ഷോയുടെ കൊറിയോഗ്രാഫറിനെയും വേറൊരാൾ ഒരു തേർഡ് പേഴ്സൺ പിക്ക് ചെയ്തു, ഡാൻസറായിട്ട് തന്നെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ഷോയിലേക്ക് വരാനായിട്ട് ആക്ച്വലി ഒരു പരിചയമില്ലാത്തൊരു ടീമിലാണ് ഞാനും വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ ആ ഒരു ഷോയ്ക്ക് ടോട്ടൽ 35 days ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല ഒരിക്കലും പരിചയം. പിന്നെ നമുക്ക് ആ ഷോ ഞാൻ പിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടെന്നുള്ളൊരു കാരണം കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ശരിക്കും ആ ഷോ എടുത്തത്. അപ്പം എന്തായാലും അത് എല്ലാം കൊണ്ടും ദൈവം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെന്ന് പറയാം. അല്ല ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടെ. അത് ഞങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്, അമേരിക്കയിലായിരുന്നു. ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഇപ്പം ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴാണെങ്കിലും ഞങ്ങള് പറയും നമുക്ക് ഇനി ഇപ്പം ഞങ്ങൾക്ക് ഒരു മോനുണ്ട്, ജോഹാൻ. ഇപ്പം 1.5 വയസ്സ് കഴിഞ്ഞ് ഇപ്പം 2 വയസ്സാവാറായി. അപ്പം അവനുമായിട്ട് നമുക്ക് ന്യൂയോർക്ക് സിറ്റിയിലൊന്ന് പോകണം. അതൊക്കെയാണ് ലവ് ബഡ് ചെയ്ത സ്ഥലം. തന്നെ എങ്ങനെ ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് പഠിച്ചിട്ടുള്ള ആളാണോ? ഞാൻ എല്ലാവർക്കും അറിയാം, മോഡലിംഗിലൂടെയും സിനിമ ഇതിലൂടെയാണ് ധന്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അതിന്റെ മുൻപേ ഡാൻസിലൂടെ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ മോഡലിംഗിലേക്ക് വരാനുള്ളൊരു കാരണം, മെയിൻ റീസൺ അതാണ്. കാരണം പലപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ പലരും കണ്ടിട്ട് പറയാറുണ്ട് മോഡലിംഗ് ചെയ്തുകൂടെ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം അതാണ്. പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് ഞാനൊരു എനിക്ക് തോന്നുന്നത് 3.5 വയസ്സ് തൊട്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ എന്നല്ല, ഞാനിപ്പം ചെറിയ സ്കൂളിൽ ഇപ്പം ഈ 3.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എനിക്ക് ഡാൻസിന് വേണ്ടിയിട്ട്, ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടൊക്കെ. പിന്നെ ക്ലാസിക്കൽ പഠിച്ചു. എങ്കിലും ഞാൻ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. ഞാൻ സബ് ഡിസ്ട്രിക്ട് വരെ പോയിട്ടുണ്ട് ഭരതനാട്യത്തിന്റെ. എനിക്ക് അതിൽ ഫസ്റ്റ് വന്നിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് പിന്നീട് അങ്ങ് ഭരതനാട്യമായിട്ട് പോകണം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഡാൻസ് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ക്ലാസിക്കലിൽ തന്നെ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം പിന്നെ സിനിമാറ്റിക് ഡാൻസ് വന്നു, പിന്നെ അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജ് ഷോസിലേക്ക് പോകാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങളുടെ ലൈഫ് ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. ഞങ്ങൾ ഡാൻസിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഇപ്പം എല്ലാത്തിനും ഞാൻ എൻ്റെ കരിയറിൽ ഈ ഒരു കരിയറിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോന്നിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഓരോ ഫേസ് ഉണ്ട്. അത് ഇത് തൊട്ട് ഇതുവരെ, അത് കഴിഞ്ഞ് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഇതിൽ
പോലെ അതൊരു ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് ഒരു ഭാഗ്യം വേണം. ഞങ്ങൾക്ക് ഒരു ലൈം ലൈറ്റിൽ വരാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു ശരിക്കും ഡാൻസ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം തന്നെയാണെങ്കിലും മോഡലിംഗിന്റെ കൂടെയും സപ്പോർട്ടിംഗ് ആയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമുക്കൊരു സ്റ്റേജിൽ ഒരു 10 പേരുടെ മുന്നിൽ വരാനായിട്ടുള്ള ഒരു ടൂളാണ് ഒരു ഡാൻസ്, ഒരു പ്രോഗ്രാം. ഇപ്പോൾ ഒരു 10 പേര് കൂടുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും ഡാൻസ് ചെയ്തോണ്ടാണ് എങ്കിലും അല്ല റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 10 years കൊണ്ട് വന്ന മാറ്റം. 10 years കൊണ്ട് ഞാൻ എന്റെ കാര്യം നമ്മുടെ ഒരു കോളേജ് ടൈം എന്ന് പറയുന്നതാണ് പീക്ക് ടൈം. ഇപ്പൊ ഇതില് ആ സമയത്ത് ഇപ്പോഴൊരു നല്ലൊരു ഡാൻസർ ഉണ്ടെങ്കിൽ 10 പേർക്ക് അറിയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മീഡിയ ഉണ്ട്. പെട്ടെന്ന് ആ ഒരു ഗ്രാഫ് മേളിലേക്ക് പോകും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്കൊരു പ്രൊഫഷണൽ ഡാൻസ് ടീം ഉണ്ടായിരുന്നു. 36 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആസ് എ കൊറിയോഗ്രാഫർ ഞാൻ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമെന്ന് 10 പേര് അറിയണേ തന്നെ റെഗുലറായിട്ട് വർഷങ്ങളോളം നമ്മൾ പ്രോഗ്രാംസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. കാര്യം ഈ ഒരു ചാനലിൽ ഒരൊറ്റ ഷോയ്ക്ക് ഇപ്പോൾ വേൾഡ് വൈഡ് ഒരു കാണുന്ന ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ആ കോളേജ് പീരീഡ് തീരാറായ സമയമായിരുന്നു ഈ കോളേജ് ഇവന്റ്സ് ഒക്കെ ചാനൽസ് കവർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത്. എങ്കിലും ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേജ് ഷോ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു സ്റ്റേജ് ഷോ ചെയ്തിട്ട് അന്നൊരു ചാനൽ കവർ ചെയ്തു. പക്ഷെ അത് അതിന്റെ ഒരു ക്ലാരിറ്റിയുടെ ഉറപ്പ് കൊണ്ട് അത് അവർ ടെലികാസ്റ്റ് ചെയ്തില്ല. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഒന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. അതൊക്കെ ഓർമ്മയുണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒക്കെ ഈ വീഡിയോ കാസറ്റ് ഇട്ടിട്ടേ മുമ്പ് ഞങ്ങളുടെ അമ്പല പരിപാടി ഉണ്ട്. അപ്പൊ ഈ വലിയൊരു ക്യാമറയും ഇത് വെച്ചിട്ട് ഞാൻ ആ ക്യാമറാമാന്റെ പുറകെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ മുതൽ നല്ല വീട്ടിൽ പോകും. വളരെ രസമാണ്. ഒരു VCR ഉണ്ട്. അപ്പൊ അതിൽ ഞങ്ങളുടെ ഡാൻസിന്റെ വീഡിയോ ഒന്ന് കോപ്പി ചെയ്ത് കിട്ടി. ഈ സാധനം കൊണ്ട് ഇടുമ്പോൾ ഞങ്ങളുടെ ഡാൻസ് ടീമിൽ മൊത്തം എല്ലാവരും അവിടെ തറയിൽ എല്ലാവരും ഇരിക്കും. എന്നിട്ട് നമ്മുടെ ഡാൻസ് ഇങ്ങനെ ഒരു VCRന്റെ റിമോട്ട് വെച്ച് ഇത് റിവൈൻഡ് ചെയ്ത് കാണാന്നുള്ളായിരുന്നു ഒരു ഹോബി. ഇപ്പൊ എല്ലാം മുഖം ഒന്ന് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് ആ ഒരു എന്തെങ്കിലും മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം. മൊബൈലല്ലേ? അതെ, ഇപ്പൊ എല്ലാം മൊബൈല്. എങ്ങനെയാണ് ആക്ടിങ് ഒരു ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഞാൻ യാദൃശ്യമായിട്ടാണ് ഇതില് ശരിക്കും ഒരു ആക്ടിങ് ഇതിലേക്ക് വന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3-4 റിയാലിറ്റി ഷോസിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്യാം സാറിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ഒരു ഋതു എന്ന് പറയുന്ന സിനിമയിൽ അത് കൊറിയോഗ്രഫി ഒരു ചെറിയൊരു റോൾ ഉണ്ടായിരുന്നു. അത് ഋതു എന്ന് പറയുന്ന മൂവിയിൽ അതിൽ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ മിനി സ്ക്രീനിലാണെങ്കിൽ സുരേഷ് ഉണ്ണിത്താൻ സാറിന്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടൈറ്റിൽ സോങ് ഒക്കെ കൊറിയോഗ്രഫി ഞാനായിരുന്നു. അപ്പൊ അതില് ഒരു ഭീഷ്മരുടെ റോള് ബാക്കിയെടുക്കാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് ആളില്ല, ഭീഷ്മറായിട്ട് വരെ ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഓർക്കുമ്പോ അതൊക്കെ എന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു മീഡിയ ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയും. അതെ, അതൊരു ലെങ്തി ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ വരുന്നതിന്റെ ഒരു ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഇത് തെറ്റാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മറ്റേ ഇതുപോലത്തെ കാണാതെ പഠിക്കുന്നമാര് ഞാൻ ആ ഭീഷ്മ പ്രതിജ്ഞ മൊത്തം പഠിച്ചു. ഓക്കെ, എന്ന് പറഞ്ഞതും അങ്ങനെ തുടങ്ങി. പ്രോംപ്റ്റ് ചെയ്യുന്ന ആള് നോക്കി കാൽഭാഗം എത്തിയപ്പോ ഞാൻ ഡയലോഗ് തീർത്തു. പിന്നെ അത് അവിടെ പിന്നെ അത് റീടേക്ക് പോയി. അത് വേറെ കാര്യം. നമുക്ക് ഇത്ര സ്പീഡിൽ പോരാ, നമുക്ക് അരമണിക്കൂർ ഇത് സീരിയൽ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അത് റീടേക്ക് പോയി. പക്ഷെ അതൊക്കെ എന്റെ ലൈഫിൽ വളരെ പിന്നെ സകുടുംബം ശ്യാമള എന്ന് പറയുന്ന സിനിമയിലെ അതിലൊരു ഗസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു, ഒരു ഡാൻസ്. പിന്നെ എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാൽ സാറിന്റെ ടൂർണമെന്റ് എന്ന് പറയുന്ന മൂവിയിൽ കയ്യിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ജിനോസ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വിളിക്കുന്നത്. ആണോ? ശരി, സംസാരിച്ചോളൂ. രണ്ടുപേരടുത്ത് സംസാരിക്കാം. ജാക്സൺ ഒക്കെ കളിക്കാറുണ്ടല്ലോ. ജിനു എവിടെയാ? സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്?
ട്രിവാൻഡ്രത്ത് എന്റെ വീട് പട്ടത്താണ്. പട്ടത്താണ്, വെറുതെ അല്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പട്ടം, മരപ്പാൽ, മുട്ടട ആ റേഞ്ച് മൊത്തം ഉള്ള അമ്പലം ഉള്ള എല്ലാ ചെറിയ പരിപാടികളും മുതൽ എല്ലാ സ്റ്റേജും കവർ ചെയ്തിട്ടുള്ള ഒരു ആളാണ് ജിനൂബ്. നമ്മുടെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ടീമിന്റെ? ഓക്കെ, ചേട്ടൻ ഇപ്പം റോയൽ ഗേറ്റ് എന്നുള്ള സ്റ്റോപ്പ് ചെയ്തായിരുന്നോ? ഇതാണ് ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്തില്ല, ഇപ്പോഴും ടീമെല്ലാം ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് ഒരു സെറ്റിൽഡ് ആണ്. പേര് വരെ ഓർമ്മയുണ്ട്. ജിനൂബ് ഡാൻസ് കളിക്കോ? ഇല്ല, എനിക്ക് ഇഷ്ടമാണ് ഡാൻസ്, പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ബോഡിയിൽ കളിക്കാൻ പറ്റത്തില്ല. ആണോ? പക്ഷെ ട്രൈ ചെയ്ത് നോക്കണം. അതെ, ഇപ്പൊ പറഞ്ഞില്ലേ ഓരോ എന്താ പറയാ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഓരോ എന്തിലാണ് എത്തിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ ജിനു ഡാൻസ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ. ജിനൂബ് എന്ത് ചെയ്യുന്നു ജിനൂബ്? ഞാനൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാണ്. എവിടെയാണ്? പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. കഴിഞ്ഞോ ജിനു? ചോദിച്ചു കഴിഞ്ഞോ? ധന്യ അടുത്തൊന്നും ചോദിക്കാനില്ലേ? കഴിഞ്ഞു, കട്ട് ചെയ്തു. ഓക്കെ, കട്ടായി പോയതാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ടൂർണമെന്റ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയായിരുന്നു. എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം? എൻ്റെ വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ടൂർണമെന്റിൽ ഒരു സോങ് എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഹേയോ എന്ന് പറയുന്ന സോങ് അതെൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനേ പറ്റില്ല. കാര്യം അതൊരു ഭയങ്കര ഒരു ബിഗ് ബാനറിലുള്ള ഒരു മൂവി. ആ ഒരു സോങ്ങിൽ 10-70 ഡാൻസേഴ്സ്, 100 അടുപ്പിച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ടോട്ടൽ. അത്രയും പേരെ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു വലിയൊരു ക്രൂ എല്ലാം മാനേജ് ചെയ്തിട്ട് ലാൽ സാർ എന്നെ ട്രസ്റ്റ് ചെയ്ത് എനിക്കൊരു സോങ് എനിക്ക് തന്നതാണ്. ഓ, അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അതിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു അല്ലേ സ്റ്റൈലാണ്. എങ്ങനെയാണ് ഒരു ഡാൻസ്, ഇപ്പൊ ഈ ഒരു ഡാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതായത് എങ്ങനെയാണ് ഇത് മനസ്സിനകത്ത് അത് വന്നത്? അതായത് എന്തായിരിക്കണം ഇതിൻ്റെ ഒരു ഇത്, ഏത് ടൈപ്പ് ഓഫ് അപ്പീലിംഗ് ആയിരിക്കണം ഇതിൽ വരേണ്ടത്? ഇത് ഓൾറെഡി ഈ ഒരു സോങ് വന്നപ്പോൾ ഇത് ശരിക്കും ടൂർണമെൻറ്റിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾക്കൊരു വില്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രീ ഷൂട്ടിങ് ഞങ്ങൾക്ക് എറണാകുളമായിരുന്നു. അപ്പോൾ ലാൽ സാർ ഞങ്ങൾക്കൊരു വില്ല ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനുണ്ട്, ഫഹദ് ഫാസിൽ, പ്രവീൺ, മനു, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളെ സീൻസ് എല്ലാം ഞങ്ങൾ നേരത്തെയൊക്കെ ഒരു ട്രയൽ ഞങ്ങൾ ചെയ്യും. എല്ലാ സീൻസും എല്ലാവർക്കും അറിയാം അവരവരുടെ പാർട്ട്. അപ്പം ഹോൾ സിനിമ ഞങ്ങൾ 2-3 വട്ടം ഞങ്ങൾ ഫൈനലായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഞങ്ങൾ ട്രയൽ ഇങ്ങനെ ഒരു ദിവസം നമ്മളൊരു 3-4 വട്ടം ടോട്ടൽ സിനിമ പോകും. സിനിമ നമ്മൾ സീൻ വൈസ് ഓരോരുത്തരുടെ സീൻ അപ്പം ചെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വില്ലക്കകത്തിന് അത്ര പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ശരിക്കും ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. നല്ല ഡിഫിക്കൽട്ടാണ്, കാരണം ഓരോ ഫ്രെയിമും അല്ലേ അതിനനുസരിച്ച് ഇത് ലാൽ സാറിന്റെ ഒരു പ്രത്യേക ഒരു ശരിക്കും സാറിന്റെ ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടറിയാം. ഇതെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ആണ് സംഗതി. കുറെ ഇതിനകത്തുള്ള ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പൊ ഇതിനകത്ത് കുറെ മൂവ്മെന്റ്സ് വളരെ സ്പീഡിലാണ്. ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പം വളരെ സ്ലോ ആയിട്ട് ഇപ്പം അങ്ങനെ ഒരു ഇതിൽ സാറിന് തന്നെ ഓൾറെഡി അതിനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഇപ്പം ക്യാമറയുണ്ട്, എഡിറ്ററുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ സാറിൻ്റെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഈ റിഹേഴ്സൽ ചെയ്ത് സാർ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് സാറിൻ്റെ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി ആ തിയേറ്ററിൽ ഞങ്ങളിത് കാണാം. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഇതിങ്ങനെ മതി, ഇത് മാറ്റാം, ഇത് വേണേ ആക്കാം. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഒരു പ്രീ പ്ലാൻ ചെയ്ത് അത് കാരണം ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി. കാരണം ഇപ്പൊ കണ്ട് അത് ചെയ്യുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതൊക്കെ മാറ്റി ഒരു സാധാരണ ചിലപ്പോൾ ഒരു ഷൂട്ടിന് ഏതാണ് ഇത് 2 ദിവസം കൊണ്ട് സോങ് തീർന്നു. പക്ഷെ നോർമലി ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനായിട്ട് 2 ദിവസം പോരാ. സാധാരണ ഇപ്പം ചില സിനിമകളിൽ ഷൂട്ടിംഗ് വരുന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്ത് തോന്നുന്നു അങ്ങനെ ചെയ്തു പോവാന്നുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, പ്രീ പ്ലാൻഡ് ആണ്. ഇത്ര സംഗതികളെ നമ്മൾ ഇത് ചെയ്യും. അപ്പം നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാന്നുള്ള ഒരു സാധാരണ ഇപ്പൊ കാണുന്നത് ചില പാട്ടുകളും സിനിമയായിട്ട് യാതൊരു ഇതുമില്ല. ഒരു പാട്ട് പെട്ടെന്ന് ഇങ്ങനെ വരിക, ബ്ലെൻഡ് ചെയ്തോ ഇല്ലയോ എന്നല്ല, അത് വരും, അങ്ങനെ പോവും. അത് മനസ്സിലായില്ലേ? പക്ഷെ ഇതെങ്ങനെയായിരുന്നു ഈ ടൂർണമെന്റിലെ ഈ പാട്ട്? അത് കഥയായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതോ ഇറ്റ്സ് സ്റ്റാൻഡ് സെപ്പറേറ്റ്? ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരു സോങ് ആണ്. ഇതിന്റെ ടുവേർഡ്സ് ദ എൻഡ് സോങ്ങിൽ ഒരു ഇവരെ ഫ്രണ്ട്സാണ്, സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതൊരു റീപ്ലേ എന്നുള്ളതാണ്. ഈ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു എന്താ പറയുന്ന ഒരു റൈവൽറി പോലെ ഉണ്ട്. എന്ത് തോന്നി ഈ ടൂർണമെന്റിന്റെ ഇത് കണ്ടിട്ട്?
ടൂർണമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് സോങ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഒന്ന് ആൾ ചെയ്ത ഈ സോങ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുന്നതിന് മുമ്പാണ് ഈ സോങ്. അപ്പം പരിചയപ്പെടുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹമാണ് ഈ സോങ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്തതെന്നോ. പെട്ടെന്ന് ആൾക്ക് മീശയൊക്കെ വെച്ച് വരുമ്പോൾ ആൾക്ക് വേറൊരു അപ്പൊ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ടൂർണമെന്റ് റിലീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണ പോലും. അപ്പൊ എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സോങ്ങുമാണ്, അതുപോലെ ഫിലിമുമാണ്. കാരണം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഫിലിം റിലീസ് ചെയ്യണേ ഉള്ളൂ. ശരി, നിങ്ങളുടെ ഈ ഓരോരോ ഇൻസിഡൻസും ഞാൻ നോക്കുന്നത് ഇതിങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് പോലെ ഉണ്ട് കേട്ടോ. സംസാരിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഒന്നിച്ച് എനിക്കൊന്ന് ആ ഫിലിമിന്റെ റിലീസിന്റെ ഒരു ദിവസം മുമ്പ് തലേ ദിവസം ഞങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്തു. അപ്പോഴാണ് ഫിലിം റിലീസിനെ കുറിച്ച് പറയണേ. അപ്പൊ ഫ്ലെക്സ് കാണിച്ചു തന്നു, നോക്ക് ഞാനാണെന്ന്. അപ്പൊ നേരിട്ട് കാണുന്ന പോലെ അല്ല, അതിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. അങ്ങനെ പരിചയപ്പെട്ട് തുടങ്ങിയല്ലോ. അപ്പൊ എന്റെ ബ്രദർ ഉണ്ട്, അപ്പൊ ആള് കുറച്ചുകൂടെ സിങ്ക് ആയി ആളുമായിട്ട്. അതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ടൂർണമെന്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഓരോ മൈൽ സ്റ്റോൺസ് നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മൈൽ സ്റ്റോൺ ഇങ്ങനെ എന്താ പറയുക കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങളും ഫേസ് ഓരോന്ന് മാറുകയാണ്. ഇപ്പം ധന്യ ആക്ടിങ്ങിൽ വളരെ, അതായത് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടാണ് ഇപ്പോൾ ബിസിനസ് പാർട്ട്ണറുമായി. എങ്ങനെയാണ് ആക്ടിങ്ങിലോട്ട് വന്നത്? ആക്ടിങ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോഡലിംഗിലേക്ക് വരാൻ തുറന്നതിന് ശേഷമാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല മാഗസിൻസിലും മോഡലിംഗ് ചെയ്യുന്ന ടൈമിൽ കുറേ ഫോട്ടോസും കവർ എല്ലാം വന്നിട്ടുണ്ട്. കവർ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് പലരും അപ്പം വിളിച്ച് ഫിലിംസ്, മെയിനായിട്ട് തമിഴ് ഫിലിംസിൽ നിന്നായിരുന്നു കോൾസ് വന്നത്. അപ്പോൾ അതിൽ ആ ടൈമിൽ നമുക്ക് അറിഞ്ഞുകൂടാ, സിനിമയെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ അങ്ങനെ ഒരു വലിയ ഫിലിം അല്ല, ഞാൻ സെന്റ് തെരേസസിലാണ് ഡിഗ്രി PG എവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ മോഡലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിലാണ് എനിക്ക് ഈ ഫിലിം ഓഫേഴ്സും വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് ഫിലിമാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് തിരുടി എന്നാണ് ഫിലിം നെയിം. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പഠിക്കാനുള്ള, എനിക്ക് വളരെ നമുക്കൊരു നല്ല ഫ്രീഡം തന്നിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അതിനകത്ത് താമര എന്നാണ് എൻ്റെ ക്യാരക്ടർ നെയിം. സോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചു, അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ അങ്ങനെ ഒരു വലിയ ബാനറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറുടെ കൂടെയോ സ്റ്റാർട്ട് ചെയ്ത ആളല്ല. ഞാൻ ഒരു പുതിയ ഡയറക്ടറായിരുന്നു, കംപ്ലീറ്റ് പുതിയ ഒരു സെറ്റ്, ഒരു ക്രൂ. അപ്പം പക്ഷേ അഭിനയം പഠിക്കാനുള്ള നല്ലൊരു വേദിയും ഉണ്ടായി. കാരണം ആ ടെൻഷൻ ഇല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? രചിത. എവിടുന്നാ? ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ, സംസാരിച്ചോളൂ. ഹായ്. അടുത്തൊരാളും കൂടി ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ ഹായ്. ഞാൻ പ്രോഗ്രാം ചോദിക്കണ്ടേ? രചിത. ആഹാ, രചിത. സൂര്യ, രചിത, സുനി. നമ്മള് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സുഖാണോ ജോൺചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാം നമ്മുടെ ട്രിവാൻഡ്രം ടീം എല്ലാവരും പ്രോഗ്രാം കാണുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ TV ഓൺ ചെയ്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് TV ഓൺ ചെയ്ത് ജോൺചേട്ടനെ കണ്ട നമ്പർ കണ്ട് ഞാൻ ആകെ എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. മുമ്പ് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കാണാനായിരുന്നു. ഇപ്പം ഞങ്ങളും രചിതയും എല്ലാവരും ഇപ്പൊ കൊച്ചിന് ഭക്ഷണം കൊടുക്കാൻ മോനെ TV കാണാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ACV ആണ് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓ താങ്ക് യു. അപ്പൊ ഞാൻ നേരത്തെ കൊള്ളൂല്ലായിരുന്നല്ലേ? താങ്ക് യു. എന്തായാലും ആള് പറയാറുണ്ട് എപ്പോഴും, ഈ ട്രൂപ്പിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, പ്രോഗ്രാംസിന് പോണ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹലോ ഹലോ, രചിത സംസാരിച്ചു കഴിഞ്ഞോ? അടുത്ത എനിക്ക് ചോദിക്കാനുള്ള മൺസൂണിനെ കുറിച്ചാണ്. മൺസൂൺ എന്നുള്ള പുതിയ ചിത്രം വരികയാണ്. അപ്പം എന്താണ് അതിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. അത് ജൂൺ 12 റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സിനിമയാണ്. ഞാൻ ലാസ്റ്റ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി
ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ് മൺസൂൺ. അത് ഈ മൺസൂണിൽ തന്നെ ഞങ്ങൾക്ക് റിലീസിനും മൺസൂണിന്റെ സമയത്ത് തന്നെ റിലീസ്. അതെ, അത് ഇപ്പം കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ലായിരിക്കോ അതിനെക്കുറിച്ച്? അങ്ങനെയൊന്നുമില്ല, റിവീൽ ചെയ്യണം. ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവീൽ ചെയ്ത് ആ സിനിമ എന്തായിരിക്കും എന്നുള്ള ഒരു പിക്ചർ നമ്മൾ കൊടുത്താലേ പ്രേക്ഷകരെ പോയി കാണുള്ളൂ. പലപ്പോഴും പറയാറുണ്ട് പുതിയ സിനിമ വരാൻ പോവാണ്, അതിന്റെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേക്കാം. അല്ല, ഒരു ക്ലീഷേ ഡയലോഗ്, വളരെ വ്യത്യസ്തമായിട്ടൊരു കഥയാണ് എന്നുള്ളതാണ് ഒരു സ്ഥിരം ഒരു സംഗതി. പക്ഷെ ഇത് ഒരു ഓർഡിനറി മൂവിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി എന്റർടൈനറാണ്. ഇപ്പം അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു പ്രണയമുണ്ട്, സിനിമയ്ക്കകത്തൊരു സിനിമ പറയുന്നുണ്ട്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഒരു കഷ്ടപ്പാടാണ്. അത് ഈ പ്രസന്റ് സിനാരിയോ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മണി ഇൻവോൾവ്മെന്റും ബ്ലാക്ക് മണി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ കറന്റ് സിറ്റുവേഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ അനിൽ മുഖത്തലയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ സുരേഷ് ഗോപാലാണ്. അദ്ദേഹം പുതിയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. മൺസൂൺ ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ കുറച്ചിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സാമൂഹികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെയാണ് കാണുന്നത്. തന്നെ എങ്ങനെ സിനിമ കണ്ടിട്ട് അതിൻ്റെ പ്രിവ്യൂ കണ്ടോ? എന്തായിരുന്നു അതിൻ്റെ പ്രിവ്യൂ? കണ്ടു. പിന്നെ ഞാൻ ആദ്യമേ ഇതിൻ്റെ സ്റ്റോറി ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് ആള് പറഞ്ഞു കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണം എങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജെന്യൂനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ പലർക്കും പല രീതിയിലായിരിക്കും എൻജോയ് ചെയ്യേണ്ട സിനിമ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഫിലിംസും ആദ്യം പോയി വാച്ച് ചെയ്യും. പക്ഷെ ഫസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നെഗറ്റീവായി ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ ഫിലിം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഹെൽത്തി ക്രിറ്റിസിസം ഒരു വളർച്ചയ്ക്ക് ആവശ്യമാണ്. കുറച്ചുകൂടെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു മറുപടി തന്നെ പറയില്ല. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നമുക്കറിയാലോ സിനിമ ഏത് രീതിയിൽ അവർ എങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം എങ്ങനെ ഭയങ്കര ബിഗ് ബഡ്ജറ്റാണോ, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു നല്ല സിനിമ. അപ്പോൾ ആ ഒരു ധന്യയുടെ ഇപ്പം ഒരു സിനിമ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഇതിൽ ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ വലിയ വലിയ ബാനറിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു എന്താ പറയുക അനുഭവങ്ങളും അല്ലേ, അത് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഈ സപ്പോർട്ട് ചെയ്യുന്നതിലും പറയുന്നതിലും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്കകത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു സിനിമ ചൂസ് ചെയ്യാൻ നേരത്തെ ചിലപ്പം എല്ലാവർക്കും ഒരേപോലെ അതൊരു ഭാഗ്യമാണ്. എപ്പോഴും നമുക്ക് ആ ഒരു നമ്മൾ എത്ര ബ്രില്യൻ്റ് ആയിട്ട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അത് എപ്പോഴും വിജയിക്കണമെന്നില്ല. അപ്പം ഞാനും എനിക്ക് വന്ന് ചേർന്ന ഫിലിംസ് എല്ലാം വന്നു ചേർന്നു. അല്ലാതെ ഞാനിങ്ങനെ ചൂസ് ചെയ്തു ഇത് ചെയ്യാം അത് ചെയ്യാം. കുറേയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ച ഫിലിംസ് കുറേ അധികം ഉണ്ട്. എങ്കിലും ഞാൻ ചിലപ്പോൾ ചില ക്യാരക്ടർ ചെറുതായിരിക്കാം പക്ഷെ ചെയ്യണമെന്ന് തോന്നിച്ചിട്ടുണ്ട്. അങ്ങനെ നോട്ടീസ് ചെയ്യുന്ന ചെറിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഇപ്പോൾ അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറയാൻ ഞാൻ പറയും. ഇപ്പോൾ ലീഡ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ് പ്രഷറായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പടം അതിനകത്തൊരു നല്ല ക്യാരക്ടർ അത് എപ്പോഴും ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ആളിപ്പോൾ നെഗറ്റീവ് റോൾ ആയാലും ചെയ്യുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആളും ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനായാലും അതുപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സും. പക്ഷെ പിന്നെ ഹീറോ ആയിട്ട് ചെയ്യുന്നതിന് വേറൊരു സുഖമാണ്. പടത്തിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് വേറൊരു ആണ്. അപ്പം മൺസൂൺ വിശേഷങ്ങള് അതായത് ജോണിന്റെ ഭാഷയിൽ എങ്ങനെയാണ്? ഇത് ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് എത്ര സെലക്റ്റീവായി ഇനി ഞാനൊരു ഹിറ്റ് പടം മാത്രമേ ചെയ്യുള്ളൂ എന്ന് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എത്ര അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിനുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള സിനിമയിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം ഈ മൺസൂൺ എന്ന് പറയുന്ന സിനിമ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. പോരാത്ത തന്നെ ഒരു ഫാമിലി ഓഡിയൻസിനെ കാണാനായിട്ട് ഇപ്പോൾ ഒരു അച്ഛനമ്മ മകളല്ല എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിൽ മോശമായിട്ടുള്ള യാതൊരു സംഭാഷണങ്ങളോ അങ്ങനെയുള്ള സീൻസോ ഒന്നുമില്ല. ഇന്ന് പല സിനിമകളിലും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ഒരു ക്ലീൻ പിക്ചറാണ്, നല്ലൊരു കഥയുണ്ട്, എന്നാൽ ഒരു യങ് ജനറേഷന് പറ്റിയ അവർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുകളുണ്ട്. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മകനാണ്
രാജീവ് സാറാണ് എൻ്റെ സംഗീതം. കൊച്ചുമകളാണ് പാടിയിട്ടുള്ള ഒരു അതൊരു നല്ലൊരു കോമ്പിനേഷൻ. അങ്ങനെ ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു അങ്ങനത്തെ ആദ്യത്തെ സിനിമയാണ് ഇത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകത മനസ്സുണ്ട്. കാരണം ONV സാർ എഴുതിയിട്ട് അപർണ പാടിയിട്ടുണ്ട്. പക്ഷെ മകൻ മ്യൂസിക് ചെയ്തിട്ട് പിന്നെ ജനറേഷന്റെ നല്ലൊരു സുഖമുള്ള ഒരു മ്യൂസിക് അല്ലേ, നല്ല കേൾക്കാൻ രസമുണ്ട്. നല്ല സ്ഥലത്ത്. എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തത്? വാഗമണില്. അതാണ് ഒരു കാര്യം തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ ഈ സോങ്സ് എല്ലാം ചിലപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ സോങ് എല്ലാം വെറുതെ എന്തിനാ ഈ സോങ് എല്ലാം തിരികെ കേട്ടിയതെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഈ സോങ് എല്ലാം അത് ആ മനസ്സിലാന്റെ പേരും അതിന്റെ ആ സ്റ്റോറിയും ആ പാട്ടും എല്ലാം അങ്ങ് ഒഴുകി പൊക്കോളും. ഒഴുക്കുണ്ട്. അത് ഭയങ്കര രസമാണ്. അതിന്റെ നമുക്കൊരിക്കലും ഈ സോങ് വേണ്ടായിരുന്നു തോന്നില്ല. ഈ ഇതിന്റെ ഇടയിൽ ഈ സീൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സോങ് ഒരിക്കലും ഇല്ല. അങ്ങനെ കണ്ടങ്ങ് തീർന്നു കഴിയുമ്പോൾ അറിയുള്ളൂ ഒരു സുഖമായിട്ടുള്ള നമ്മളിങ്ങനെ, അതായത് ഒരു ഫീൽ ഗുഡ് മൂവി അല്ലേ? അതെ, ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പം എങ്ങനെയാണ് ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട്, അതായത് വീട്ടിൽ എങ്ങനെയാണ് അപ്രിസിയേഷൻ നിങ്ങൾ രണ്ടുപേരുടെയും? അതായത് ഇപ്പം ആക്ടിങ്, ഇപ്പം ധന്യ ഇപ്പം കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ് ആക്ടിങ്ങിൽ നിന്ന് അല്ലേ? അത് ഇനിയിപ്പം അത് രണ്ടുപേരും കൂടി ഒന്നിച്ചൊന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും കണ്ടിട്ട് എങ്ങനെയാണ്? എല്ലാവരും സപ്പോർട്ടീവ് ആണ് ആക്ടിങ്ങിൽ. ഞാൻ ധന്യ മാത്രമേ ഉള്ളൂ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഈ പേരൻസ് പറയുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾക്ക് അതങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു. പേരൻസ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കുറച്ച് അത് കുറച്ച് എപ്പോഴും പിള്ളേരെ അങ്ങനെ വഴക്ക് പറയുന്ന പോലെ തോന്നുന്നു. അതൊരു ഹ്യൂമൻ നേച്ചറാണ് അല്ലേ? പ്രത്യേകിച്ച് മക്കൾക്ക് പേരൻസിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പേരൻസിന്റെ അടുത്ത് നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ഭാര്യ അടുത്ത് പിന്നെയും ഉറച്ചൊരിതുണ്ട്. അതുകൊണ്ടായിരിക്കും. എങ്ങനെയാണ് എന്നിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത്? ഇല്ല, പ്രിവ്യൂ ഞാൻ ധന്യ മാത്രമേ കാണിച്ചുള്ളൂ. മറ്റൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ വെച്ചേക്കാണ് റിലീസിന്റെ അന്ന്. അവരും കാര്യം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ എനിക്ക് രണ്ട് റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റും. ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഒരു റിയൽ തിയേറ്ററിൽ കാണുന്നതും ഒരു പ്രിവ്യൂ ഒരു സെലക്ടഡ് ഓഡിയൻസിൽ ഒരു എഡിറ്റിംഗ് തിയേറ്ററിൽ കാണുന്നതിന്റെ ഒരു വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങനെ ഈ 12-നാണ് റിലീസ്. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പറയാം, നല്ല മൂവി വരുന്നുണ്ട്, നല്ലൊരു സിനിമ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാണും, കണ്ടേ പറ്റുള്ളൂ. കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ വിളിച്ചു പറയുക അല്ലേ? കോൺടാക്ട് ചെയ്യണം, അതും വേണമല്ലോ. അതെ, കോൺടാക്ട് ചെയ്യണം അല്ലേ? പിന്നെ അടുത്ത് പിന്നെ ഇപ്പം ഈ പ്രോജക്റ്റാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഇപ്പൊ ഓരോ സിനിമകളിൽ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് അതിന് എങ്ങനെയാണ് ഇപ്പൊ? കാരണം ബിക്കോസ് ബേസിക്കലി വേറൊരു ഇതിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത്, യു ആർ നോട്ട് ഓൺലി ആൻ ആക്ടർ, നോട്ട് ഓൺലി എ ഡാൻസർ, നിങ്ങൾ രണ്ടുപേരും ഒരു ബിസിനസ് ഇതിലുമുണ്ട്, ബിൽഡേഴ്സുമാണ്. എങ്ങനെയാണ് എങ്ങനെയാണ് ധന്യ ബീങ് ഒരു ആർട്ടിസ്റ്റ്, ഉള്ളിൽ മുഴുവൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, എങ്ങനെയാണ് ഇതിൽ ബ്ലെൻഡ് ചെയ്തത്? ശരിക്കും ഞാൻ ഇങ്ങനെ സിനിമ എപ്പോഴും ഇഷ്ടമാണ്. നല്ല ക്യാരക്ടേഴ്സ് എല്ലാം. ഒരുപാട് സിനിമ വാച്ച് ചെയ്യും? സിനിമ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് മിക്കവാറും നൈറ്റാണ്, ഒരു ആഫ്റ്റർ 10 o'clock ആണ് ഞങ്ങൾ രണ്ടുപേരും സിനിമ ഇരുന്ന് കാണുന്നത്. പുതിയ സിനിമകളെല്ലാം കാണും, ഇറങ്ങുന്ന എല്ലാ ഫിലിംസും കാണും. അത് സെക്കൻഡ് ഷോയ്ക്കാണ് മിക്കവാറും പോകാറ്. പറ്റിയില്ലെങ്കിൽ CD എടുത്ത് കാണും. അങ്ങനെയാണ്. അപ്പം ഒന്നിച്ചിപ്പോൾ ആണ് കൂടുതൽ സിനിമകൾ കാണാൻ സമയമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഞാൻ ആക്ടിങ്ങും മോഡലിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴേ കാണാറില്ല. പക്ഷേ സിനിമ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ആഫ്റ്റർ മാരേജ് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഫാമിലിക്ക് കുറച്ചുകൂടെ ടൈം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മോൻ്റെ കൂടെ ഇരിക്കാനും ആളുടെ കൂടെ ഇരിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കാൻ പറ്റില്ല, അപ്പം എന്തെങ്കിലും കമ്പനിയിലും ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആൾ അപ്പോൾ തന്നെ പിടിച്ച് നമുക്കൊരു ജോബ് തന്നു. പിന്നെ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ വെറുതെ ജോലി ചെയ്യില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ടോബിൻ എന്നാണ്. എവിടെന്നാ വിളിക്കണേ? ട്രിവാൻഡ്രം വിളിക്കുന്നത്. ട്രിവാൻഡ്രം തന്നെയാണ്. ശരി, സംസാരിച്ചോളൂ. ജോൺ ചേട്ടനെ കൂടെ. ജോൺ ചേട്ടനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഹലോ ജോൺ ചേട്ടാ. ഹായ് ജോബിൻ. ഞങ്ങൾ മനസ്സിൽ എന്താ ജോബിൻ എന്നല്ലേ പേര്? ടോബിൻ. ടോബിൻ. ഓക്കെ, അതിനൊരു പവർ ഉണ്ട്. ടോബിൻ. സുഖമാണോ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു ടോബിൻ. ടോബിൻ എന്ത് ചെയ്യുന്നു?
സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ടോബിൻ എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുക. ആഹാ. ഓക്കെ. പിന്നെ ചേട്ടാ മൺസൂൺ എപ്പോ റിലീസ് അല്ലേ ചേട്ടാ? 12th മൺസൂൺ റിലീസ്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. സിനിമ പോയി കാണണം ഫസ്റ്റ് ഡേ. ഓക്കെ, ഉറപ്പായിട്ടും കാണും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതെ. ഷുവർ. എന്തായാലും ട്രിവാൻഡ്രത്തില്ലേ? ട്രിവാൻഡ്രത്ത് കവടിയായിരുന്നു പറയാ ചേട്ടാ. 12th നില തിയേറ്ററിലാണ്. ഞാനവിടെ കാണും. തിയേറ്റർ. ഓക്കെ, ഞാനവിടെ കാണും. ഓക്കെ. ഫസ്റ്റ് ഷോയ്ക്ക് വരണം. മറക്കില്ല. എന്തായാലും ടോബിനെ മീറ്റ് ചെയ്യണം എനിക്ക്. അവിടെ ഞാൻ കാണാം. അവിടെ ഡോറിന്റെ സൈഡില് ഇടത്തെ വശത്ത് ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാനും അവിടെ കാണും. അവിടെ ഞാൻ വെയിറ്റ് ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ. ജോണിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, ടോബിനെ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ടോബിൻ ഒരു കാര്യം ചെയ്യും. ഒരു ബ്ലൂ കളർ ഷർട്ട്, യെല്ലോ കളർ പാൻസ് വേണ്ട കേട്ടോ. ഞാനൊരു US പോളോ ടീഷർട്ട് ആയിരിക്കും. US പോളോ. ഓക്കെ. ടോബിനെ കാണാം. ഫ്രണ്ട്സിനോട് പറയണം. എന്താ ചേട്ടാ? എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം. ഉറപ്പായിട്ടും. ചേട്ടൻ എത്ര ഗ്യാപ്പ് ഇടുന്നത് ഫിലിമിന് വേണ്ടി? ഗ്യാപ്പ് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമ മാത്രമല്ല, എനിക്കൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ ഇരിക്കുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു സിനിമ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആള് വീണ്ടും ബിസിനസ് ഒക്കെ ചെയ്ത് ഒന്ന് ഒരു ഇതാവുമ്പോൾ റിലാക്സ് ചെയ്യാനായിട്ട് ഒരു സിനിമ ചെയ്യും. അങ്ങനെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്ന ബിസിനസ്. ശരിക്കും ഞാനും കമ്പനി വർക്ക് ചെയ്യാണ്. പിന്നെ മോനുള്ളതുകൊണ്ട് എനിക്ക് മോന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. കുറച്ചുകൂടെ ഇപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ കമ്പനി ഓൾറെഡി കുറച്ച് നല്ല ആണ്, കുറച്ച് ജോബ് ഉണ്ട്. ഞങ്ങള് ഈ ഷോ കാണാം. ഇപ്പൊ ഞങ്ങള് അടുത്ത് സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. താങ്ക് യു ഫോർ കോളിംഗ്. കാണാൻ ടോബിൻ. ബൈ. ടോബിൻ റെഡി ആയിട്ട് വരും കേട്ടോ. US പോളോ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് വരും. US പോളോ. അതെ, നോട്ട് ചെയ്തോണേ. 12ാം തീയതി നില തിയേറ്ററിൽ ടോബിൻ ഉണ്ടാവും. കൂടെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കണം. ഗേറ്റിന്റെ ഇടതുവശം ഇദ്ദേഹം വാതിലിന്റെ അവിടെ, അദ്ദേഹം ഗേറ്റിൽ ആകെ അന്നൊരു നല്ല ഷോ ആയിരിക്കും. കൺഫ്യൂഷൻ. വന്ദന സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ മാതിരി രണ്ടുപേരും രണ്ട് സൈഡില്. വേറെ ഒരു സിനിമയിലുണ്ടായിരുന്നു മഞ്ഞ പാൻസ് നീല ഷർട്ട് ഇട്ട് വരുന്നു പറഞ്ഞത്. പിന്നെ ഇപ്പം ടോബിൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ചൊന്ന് പ്രതീക്ഷിക്കാമോ സ്ക്രീനിൽ? പ്രതീക്ഷിക്കാം. അതെ, ഞങ്ങളിപ്പം മൺസൂണിന് ശേഷം ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവിയുണ്ട്, ഷാഡോ. അതിലെന്റെ നായികയായിട്ട് എൻ്റെ പ്രിയ പത്നിയാണ്. മനോജ് നാരായൺ സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഷൂട്ടിംഗ് ആക്ച്വലി പകുതി കഴിഞ്ഞു. 50% ഷൂട്ടിംഗ് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇപ്പം സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്തേക്കാണ്. ഇനിയിപ്പം ഈ വരുന്ന 5th തുടങ്ങും. അടുത്ത സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ് അത് വർക്ക് ചെയ്യാനായിട്ട്. മനോജും എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഫ്രീഡം, ഒരു കംഫർട്ട്. ഒരു സ്റ്റോറിയുടെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കാരണം ഷൂട്ടിംഗ് ഇത്രയായല്ലോ. അതായത് മുഴുവനായിട്ടല്ല, ജസ്റ്റ് ഒരു എന്തായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഹൊറർ സബ്ജക്റ്റ് ആണ്. രണ്ടുപേരും കൂടെ ഒന്നിക്കുന്നത് ഒരു ഹൊറർ സ്റ്റോറി. ലവ് സ്റ്റോറിയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ശരി പറഞ്ഞാൽ മതി. ബാക്കി സസ്പെൻസ് വേണം. കാരണം നമുക്കൊരു സിനിമ കാണുമ്പോൾ അതിന്റെ എന്തെങ്കിലും കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകും. അത്രയും അറിഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നുണ്ട്, ഹൊററാണ്, മതി. അതെ. പിന്നെ അത് ഞങ്ങളുടെ ഒരു സ്വന്തം ഒരു ടീം പോലെയാണ്. ഇപ്പം മനോജ് ചേട്ടൻ്റെ മകൻ അഖിലാണ് അതിന്റെ ക്യാമറ ചെയ്യുന്നത്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ യങ് ആണ്. അപ്പം ഞങ്ങളൊരു യങ് ടീമാണ് ടോട്ടൽ ആ സിനിമയുടെ പുറകിൽ. അതിപ്പോൾ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഞങ്ങൾ അതിന്റെ ഒരു റിലീസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ധന്യ എന്ത് പറയണം ആ റോളിനെ കുറിച്ച്? റോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്ത് ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെയല്ല. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ഫാമിലി അങ്ങനെ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെയാണ് എപ്പോഴെങ്കിലും. പക്ഷെ ഇത് ഭയങ്കര ശരിക്കും എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ശരിക്കും. കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒബ്വിയസ്ലി ഞങ്ങൾക്കൊരു ആ ഒരു ഇൻറ്റിമസി വരുന്ന രീതിയിലുള്ള റോൾസ് ആയിരിക്കും ആഗ്രഹിക്കുക. പിന്നെ നല്ല ക്യാരക്ടറാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഹൊറർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അങ്ങനെ ഒരു ഹൊറർ, അങ്ങനെ കുറച്ചുകൂടെ ഫാമിലി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പും കൂടെയാണ് വരുന്നത്. അങ്ങനെ ഒരു ഇതല്ല കുറച്ച്. പിന്നെ നമ്മളങ്ങനെ
പേരെടുത്ത് നമുക്ക് എത്രമാത്രം പറയാൻ പറ്റും അതെ അതെ. അപ്പൊ അതിന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു മൂവിയാണത് അല്ലേ? ഇനി ഒന്നിച്ചു പോയത് അതിന്റെ ടൈറ്റിൽ എന്തെങ്കിലും ആയോ? ഷാഡോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഞാൻ വിട്ടുപോയി. ഷാഡോ. അത് തന്നെ ഒരു എന്താ പറയാ, ആ ഷാഡോ എന്നുള്ള വാക്കിൽ തന്നെ കുറച്ചൊരു ഹൊറർ ഉണ്ട്. അതെ, ഷാഡോ എന്ന് പറയണില്ല, കഥ എല്ലാം കൂടെ ഇരുട്ടത്തിരുന്ന് ഷാഡോ ഇപ്പം ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം നിങ്ങൾ ബേസിക്കലി ശരിക്കും ജോൺ ഒരു പറഞ്ഞ പോലെ ബിൽഡർ ലെവൽ എങ്ങനെയാ അതിനു വേണ്ടി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ MBA കഴിഞ്ഞ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ബിസിനസ് ഒരു മിക്സ് ആണല്ലേ ആള്. ഒരു ബിസിനസ് ഓൺട്രപ്രണിയർ ആണ്, അതേസമയം ഒരു നല്ല ഡാൻസറാണ്, ആക്ടറാണ്. ഞാൻ ഇത്രയും ശരിക്കും ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് വരെ ആൾ ഇത്രയും ബിസി ആയിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു വലിയ ബിസിനസിന്റെ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ജോണിനെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്നുള്ള ആ ഒരു ആയിട്ട് കണക്ട് ചെയ്തില്ലേ തന്നെയാണ്? ഒരിക്കലും ഇല്ല. കല്യാണത്തിന് മുമ്പ് ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. ഡാൻസർ ആയിട്ടുള്ള ആളിനെ ശരിക്കും അറിയാമായിരുന്നുള്ളൂ. പിന്നെ ബിസിനസ് ഉണ്ട്, ഫാമിലി ബിസിനസ് ആണ് അറിയാം ഒരു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും വർക്കുകൾ നടക്കുന്നു. അവിടെ എന്താണ് ഇപ്പൊ ധന്യയുടെ റോള്? ഞാൻ മാർക്കറ്റിംഗ് ഹെഡാണ്. അപ്പം ആള് മെയിൻ ആയിട്ട് നോക്കുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പം ഞാൻ ആളെ സപ്പോർട്ട് ചെയ്യണാണ് ശരിക്കും. അപ്പൊ ആളില്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജീസ് ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം ഇപ്പൊ എല്ലാവരും പലതരം ബിൽഡേഴ്സ്, ഒരുപാട് ബിൽഡേഴ്സ് സ്പ്രൗട്ട് ചെയ്യുന്ന കാലമാണ്. ഒരുപാട് ന്യൂ ഐഡിയാസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്താണ്, വാട്ട് ഈസ് ഡിഫറെന്റ്? ഞങ്ങളുടെ കമ്പനി നെയിം സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നാണ്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു റൈറ്റ് ടൈമിൽ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ ഇപ്പം 8 years ആയി ടോട്ടൽ പ്രോജക്ട് സ്റ്റാർട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ആ സമയം മുതലുള്ള ഞങ്ങൾക്കൊരു നല്ലൊരു ക്ലയൻറ്റേലുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്ലയൻസിന്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ് ഞങ്ങളുടെ മേജർ ക്ലയൻസ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റെഫറൻസ് വരും. ത്രൂ മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മുടെ മേജർ ക്ലയൻസ്. അപ്പോൾ അത് കാരണം നമുക്ക് ഓൾറെഡി ഒരു സ്ട്രോങ് ഒരു ബേസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മാത്രമേ പ്രോജക്ട്സ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി ഒരു വലിയൊരു ബർഡൻ ഒന്നും നമ്മൾ എടുത്ത് വെക്കാറില്ല. ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് അത് എല്ലാം ഞങ്ങൾ ഡയറക്റ്റ് വർക്ക് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു കൺട്രോൾ കിട്ടും. പിന്നെ അത് കാരണം നമുക്കൊരു അത്രയും ബിസിനസ് ഉണ്ട്. നോർമലി എല്ലാ മാസവും നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മാർക്കറ്റിംഗ് ഹെഡ് എന്ന് ഞാൻ തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓവറോൾ നമ്മൾ മാർക്കറ്റിംഗ് സൂപ്പർവിഷൻ നോക്കും. അത് കാരണം ധന്യ ഉള്ളതുകൊണ്ട് എനിക്കിപ്പം മൺസൂണിന്റെ ഷൂട്ടിന് എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. ശരിക്കും അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ആളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അല്ല, ഇതിലുള്ള കാര്യം ഇപ്പം സിനിമയ്ക്ക് പോകുമ്പം ഇപ്പം ടോട്ടലി ജീൻസും ടീഷർട്ടും എല്ലാം ഇട്ട് എല്ലാം ഓക്കെ റെഡി. പിന്നെ ഞാൻ അതിൽ നിന്ന് അങ്ങ് മാറും, ടോട്ടലി അങ്ങ് മാറും. അപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ വളരെ ലക്കിയാണ്. കാരണം ഈ ബിസിനസിന്റെ ആ ഒരു ടൈറ്റ് വളരെ ഇതായിട്ടുള്ള ഒരു സ്കെഡ്യൂളിന് റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് ആള് ബിസിനസ് ആ ഒരു ചെയറിൽ കയറി ഇരിക്കുമ്പോൾ ആള് പിന്നെ അതിൽ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെയാണ് ഞാൻ പരിചയപ്പെട്ടത് കല്യാണം കഴിച്ചത്. US-ൽ 10-35 ദിവസം ഞങ്ങള് ഇതേ വിട്ട് ഞാൻ ഡാൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ല, നീ മറ്റേ ആ മൂവ്മെന്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ ആ സോങ് തുടങ്ങി ഡാൻസ് അത് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാംസ്, സിനിമ, ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ബാക്കി മറ്റേ ക്ലയന്റിനെ ഫോളോ അപ്പ് ചെയ്യണം, ക്ലയന്റ് വിസിറ്റ് ഉണ്ടാവും, നമുക്ക് ടീം ടാർഗറ്റ് ഉണ്ട്, ടോട്ടൽ ഇത്ര. അത് വന്നപ്പോൾ പിന്നെ സിനിമ എന്നുള്ള പിന്നെ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ഷാഡോയുടെ ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് സർപ്രൈസസ് ആണല്ലേ. സർപ്രൈസ് ഞങ്ങളുടെ ലൈഫ് വളരെ സോഫാർ ഞങ്ങൾ വളരെ ആണ്. ഫസ്റ്റ് ഇയർ ഇങ്ങനെയാണ്. ഇപ്പം കുറെ ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ജോഹാൻ വന്നു. അതിന്റെ എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ ഇപ്പം ഒരു മൂവി ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സീനൊക്കെ ഡിസ്കസ് ചെയ്യാം. ഒരു ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മൾ ഒന്നിച്ചൊരു സീനിനെ കുറിച്ച് പറയാനും. അത് ഇംപ്രൂവൈസേഷൻ അതിലൊരു അതർ ദാൻ സിനിമ, അതർ ദാൻ ബിസിനസ്, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഒന്നിച്ച് ഇഷ്ടമുള്ള പാഷൻ എന്താവും? കാറിൽ ചുറ്റുക, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അത് എനിക്കും ഇഷ്ടമാണ്, ആൾക്കും ഇഷ്ടമാണ്. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചുള്ള ട്രാവൽ വളരെ കുറവാണ്. പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടമാണ്. നൈറ്റ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കാറിൽ പോകും. ഇഷ്ടമാണ്, പക്ഷെ ടൈം പറ്റില്ല. പക്ഷെ
തീർച്ചയായിട്ടും ഞങ്ങൾ ആളിടയ്ക്ക് 1-2 ഷോസിനും മറ്റുമായിട്ട് പോയി. എപ്പോൾ ഒക്കെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു, മോന് ഡെലിവറി അങ്ങനെ. ഏതാണ് ഏറ്റവും ഒരു ഡ്രീം പ്ലേസ്? ഇപ്പൊ അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ, കാരണം നിങ്ങൾ അവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഡ്രീം പ്ലേസ് ഏതാണ്? ശരിക്കും എല്ലാ സ്ഥലത്തും പോകണം എന്നുള്ള വേൾഡ് ടൂറാണ് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേസ് എടുത്ത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ സ്വപ്നം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു വലിയൊരു അച്ചീവ്മെന്റ് നടത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ്. സ്കൈ ഡൈവിങ് ഞങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ്, ഒരുമിച്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ധന്യയുടെ ആ സമയത്ത് ധന്യയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ആയിരുന്നു. അത് കാരണം ധന്യ ചെയ്തില്ല, അദ്ദേഹം പോയി. സാഹചര്യങ്ങളെല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മിക്കവാറും ടൈമുണ്ട്. അപ്പൊ ഇനി അടുത്ത വർഷം അത് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് ഒരു ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഉള്ള ഒന്നാണ്. ഒരു യൂറോപ്പ് ടൂർ ഞങ്ങളുടെ ആഗ്രഹങ്ങളുള്ളതാണ്. പിന്നെ ജോഹാൻ കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലെ ഹയത്ത് ഹോട്ടലിൽ ഞങ്ങൾക്ക് പോയി താമസിക്കണം, അവിടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നല്ലതാണ്, കാരണം ഈ യങ് ആയിരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങളിലൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ നമ്മൾ ഈ ചില പ്രോഗ്രാമിൽ കാണാം 100 തിങ്സ് ദാറ്റ് യു വോണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്, ആ ലൈഫ് ടൈമിൽ. അപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് ടിക്കറ്റ് ഇട്ടിട്ട് അങ്ങനെ. അതെ, അത് നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങൾ വേണം. നമ്മൾ ഈ ആഗ്രഹങ്ങളില് ഒരിക്കലും അദ്ദേഹവും ആഗ്രഹിച്ചിട്ട് സൂപ്പർ സ്റ്റാർ അങ്ങനെ നമ്മള് ലൈഫില് ഹാപ്പി ആയിട്ട് ഇരിക്കണം, ചെയ്യുന്നതെല്ലാം നന്നാവണം. നമുക്കൊരു അത്രേ ഉള്ളൂ. മോശം പറയിക്കരുത്, പോയി നല്ല റോൾസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകണം, ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് കൂടുതൽ. അതുപോലെ ബിസിനസ് ആയാലും ചെയ്യണമൊക്കെ നന്നായിട്ട് വരണം, ബിസിനസ് നല്ല രീതിയിൽ പോകണം, കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എന്തൊക്കെയോ കിട്ടാത്തതിന് വേണ്ടി കഷ്ടപ്പെടുക, എന്നിട്ട് അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ജീവിക്കാൻ മറന്നുപോവുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ, നമ്മുടെ ചുറ്റും കാണുന്നത്. അതിനകത്തൊരു ടോട്ടൽ ഒരു എന്താ പറയുക, ഒരു സ്പ്രിങ് പോലെ നിങ്ങളുടെ ഒരു എന്താ പറയുക ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആ പരിമിതികൾ മനസ്സിലാക്കി, അത് നല്ല രസമുണ്ട് അത് കേൾക്കാൻ. അത് ഈ ഇടയ്ക്ക് ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നിരുന്നു. ഒരു വളരെ ധനികനായ ഒരു അച്ഛൻ മകനെ കൊണ്ട്, മകൻ എന്താ പോവർട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി പോവർട്ടി കാണിച്ചു. തിരിച്ച് വന്നിട്ട് മോനെ നീ എന്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, നമുക്ക് അച്ഛൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കുളിക്കാനൊരു സ്വിമ്മിംഗ് പൂളേ ഉള്ളൂ, അവർക്ക് കുളിക്കാനാണെങ്കിൽ വലിയ നദിയുണ്ട്. ഇപ്പം ഇതില് നമുക്ക് കളിക്കാനായിട്ട് കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ ഉള്ളൂ, അവർക്ക് ശരിക്കുള്ള ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ എത്ര പാവപ്പെട്ട ഒരാഴ്ചയാണ്. ആർക്കാണ് പോവർട്ടി? അത് ലൈഫില് നമ്മള് അതൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ എങ്ങനെ ഒരു കാര്യം വാട്സാപ്പിലെ വായനയാണ് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, നമ്മളെ ഒരു കാര്യങ്ങൾ പെർസീവ് ചെയ്യുക, നമ്മൾ എങ്ങനെ കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഏറ്റവും ആവശ്യം വരേണ്ടത് ഒരു മനുഷ്യന് ആവശ്യം കണ്ടന്റ്മെന്റ് ആണ്. കണ്ടന്റ്മെന്റ് ഉണ്ടാവുക, അതായത് നമുക്ക് ഈശ്വരൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ഒരു റോള് തന്നിട്ടാണ് വിടുന്നത്. ആ റോളിൽ നമ്മൾ അത് എന്ത് തന്നാലും അത് ആരാണ് തരുന്നത്? ഈശ്വരനാണ് തന്നിരിക്കുന്നത്. അതിനെ യു ഡു ടു യുവർ മാക്സിമം. ആ മാക്സിമം എന്ന് പറയുന്നത് ചെയ്യിപ്പിക്കുന്നതും അവിടെ നിന്നുള്ള ശക്തിയാണ് അല്ലേ? അത് മനസ്സിലാക്കാൻ സച്ച് എ യങ് ഏജ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അറിയാമോ? ഇറ്റ്സ് ആക്ച്വലി എ ബ്ലെസ്സിങ്. നിങ്ങൾ മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും ഇതൊന്നും നമ്മുടെ കഴിവല്ല. ഇപ്പം ഇങ്ങനെ ഒരു സിനിമ ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടോബിൻ ചോദിച്ചില്ല എന്താ ചേട്ടാ ഇത്ര ഗ്യാപ്പ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ. നമ്മളൊരു സിനിമ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പം ഡാൻസ് ചെയ്തിട്ടുണ്ട്, പുറത്ത് പോയി വിദേശത്ത് പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട്, മിനി സ്ക്രീനിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, സോങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് സോഫാർ. ഇതിൽ അത് ഒരു സിനിമ ചെയ്യുമ്പോഴും അടുത്ത ഒരു വലിയൊരു ടെൻഷനൊന്നുമില്ല, അയ്യോ ഇത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത വരണം, ഇത് കഴിഞ്ഞ് ആ ഡയറക്ടറെ വിളിക്കണം, ഫോളോ അപ്പ് ചെയ്യണം, എങ്കിലേ എനിക്ക് അടുത്ത മൂവി ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല. പക്ഷേ ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് ആണ്, എനിക്ക് അടുത്ത സിനിമകൾ വന്നിട്ടുണ്ട്. അതെനിക്ക് അറിയാം, ഒത്തിരി ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ട് ഈ സിനിമയിൽ. ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്താണെന്ന് അറിയാമോ? ധന്യയെ പോലുള്ള ഒരു വൈഫ് എന്നുള്ളതാണ്. ഫീൽ സോ കണ്ടന്റഡ്, നല്ലൊരു എന്താ പറയുക, ഇരിക്കുമ്പോൾ അറിയാം വളരെ സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമാധാനം, സപ്പോർട്ട് ഒരു പാർട്ട്ണറിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. സപ്പോർട്ട് ഇപ്പം ഒരു സ്ക്രിപ്റ്റ് വന്നാലും ഞാൻ ഇപ്പം നോർമലി ഇങ്ങനെ ഇത് ഇത്രയാണ് ടീം മെമ്പേഴ്സ്, ഞാൻ ചെയ്യണോ വേണ്ടോ, ഞാൻ തന്നെയും വാല്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് എന്നെയും വാല്യൂ ചെയ്യുന്നു. അതുകൊണ്ടാണ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട്,
ടേക്ക് റെസ്പെക്ട്. അതെപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്ക് വേണ്ട ഫ്രീഡവും ആൾക്ക് വേണ്ട ആളുടെ കഴിവിനൊത്ത സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആൾ എനിക്കും അതുപോലെ മോനെയും എന്നെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഫ് എന്നുള്ള രീതിയിലുള്ള കെയറിങ്ങും മോൻ ഒരു ഫാദർ എന്നുള്ള നിലയിലുള്ള ആ ഒരു കരുതലെല്ലാം ഉണ്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ആഗ്രഹിച്ചിട്ടുള്ള വലിയൊരു കാര്യമാണ്. അങ്ങനെ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലൊരു പിണക്കം വന്ന് ആലോചിക്കേണ്ട ഇതൊന്നും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തറിയാമോ, ഈ ചെറിയ കാര്യങ്ങളെല്ലാം ആ ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവ് അത് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. അത് സിനിമയിലായാലും ഇപ്പോൾ ബിസിനസ് ആയാലും ആ ഒരു കറക്റ്റ് പേഴ്സ്പെക്റ്റീവ് ലൈഫിനെ കുറിച്ച് ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. സോ എന്താണ് ഇനി അപ്പം ആ ഈ പേഴ്സ്പെക്റ്റീവും അതായത് ലൈഫിനെ കുറിച്ച് ഇപ്പോൾ ഓവറോൾ ഒരു ഇത് പറഞ്ഞു, എന്താണ് അതായത് യു ഹാവ് ടേക്കൺ ഫ്രം സൊസൈറ്റിക്ക് തിരിച്ച് എന്താണ് പ്ലാൻ? സൊസൈറ്റിക്ക് തിരിച്ചെന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു നമ്മുടെ ചിന്തയിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെന്തെങ്കിലും ദോഷം എപ്പോഴെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കും ദോഷമായിട്ട് ഭവിക്കും. അപ്പം സോഫാർ ഇന്ന് വരെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അറിവോടെ തന്നെയും ആർക്കും ദോഷം വരണമെന്നുള്ള രീതിയിൽ ആരും ചെയ്തിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറ് കൂടിയില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വന്നാൽ പോലും നമ്മൾ കഴിവതും പർപ്പസ്ഫുള്ളി നമ്മൾ ഇപ്പോൾ അത് ശരിയായില്ല എന്നൊരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ലീവ് ഇറ്റ്. അതെ, നമ്മൾ എന്തിനും നമ്മുടെ ഒരു സ്പേസിൽ ഒരു പക്ഷേ അത് ഞാൻ കരുതുന്നത് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ടോക്കിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിനെ ആയിരിക്കും അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നെ കിടന്നുറങ്ങാൻ നേരത്തായിരിക്കും ഈ ചിന്ത വരുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഇത് വിടുക. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി ഇപ്പം ഞാൻ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതാണ് തീർച്ചയായിട്ടും ജൂൺ 12 നമ്മൾ കാത്തിരിക്കുകയാണ്. അത് വലിയ കാര്യമാണ്. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ കഴിഞ്ഞ് അനുഗ്രഹിച്ച ആൾക്കാരാണ്. കാരണം സാധാരണക്കാരെ നമുക്കൊക്കെ ഒരു മനസ്സിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഈ മണ്ടെയിൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വ്യത്യാസം ഒരു ചേഞ്ച് വരണമെങ്കിൽ നിങ്ങളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിനെ. കാരണം നിങ്ങൾക്ക് മാത്രമേ പൂർണ്ണമായിട്ട് എന്താ പറയുക നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുക, അതിനൊരു നമുക്കൊരു ഇത് തരിക ഒരു ബ്ലെസ്സിങ് ആണ്, ഈശ്വരൻ തരുന്ന ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റ്. മനസ്സിലായി? ഞങ്ങളാണ് ബെനിഫിറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഇനിയും അത് ഈ പറഞ്ഞ പോലെ എല്ലാം നല്ല നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ നല്ല നല്ല റോൾസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇൻ ഷോർട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ലൈഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ആക്ടേഴ്സാണ്, ഇതൊക്കെയാണെങ്കിലും ഇത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 10 years ഹെൻസ് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു കാണുന്നത്? എവിടെയാണ് കാണുന്നത്? ഈശ്വരന്റെ കയ്യിലാണ് എല്ലാം എന്ന് പറഞ്ഞ് ഒഴിവാവരുത്. എന്നാലും മനസ്സിലാക്കി കുറെ ആഗ്രഹങ്ങൾ കാണില്ലേ? ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ആദ്യം പറഞ്ഞു. 10 years കഴിയുമ്പോൾ അതാ നമുക്ക് ഇനിയിപ്പോ വേൾഡ് ടൂർ നമ്മൾ ശരിക്കും പ്രസന്റിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതിനപ്പുറം ഇനി ഒത്തിരി കാര്യങ്ങൾ നേടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നേടുക എന്നുള്ളതല്ല. പിന്നെ വരുമ്പോ ഇനി ഫ്യൂച്ചർ, മക്കളുടെ ഫ്യൂച്ചർ നോക്കുക, അവരുടെ പഠിത്തം നോക്കുക, ആ കൂടെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ആണ്, ഇനിയൊരു ഫിലിം ഡയറക്ഷൻ, സിനിമയിലാണെങ്കിൽ തന്നെ ഡയറക്ഷൻ, കാരണം സിനിമയിൽ ഇതുണ്ട്, ധന്യയ്ക്കും ഒരുപാട് എന്താ പറയുക സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഇതുണ്ട്, ഈവൻ കൊറിയോഗ്രാഫി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒരുപാട് കല ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ആ ഫ്യൂച്ചറിൽ ഒരു സിനിമ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയൊന്നുമില്ല സോഫാർ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സിനിമ ഞാനൊരു ബിസിനസ് ആയിട്ട് ഞാൻ കാണാനായിട്ട് വലിയ റിസ്ക് ആണ്. അതുകൊണ്ടാണ് റിസ്ക് ആയതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ ഒരു അതിലൊരു ലാഭം എന്നുള്ളതല്ല, നമ്മളൊരു ഞാനൊരു ക്യാരക്ടർ പാഷൻ മാത്രമാണ്. അപ്പം അതിലൂടെ അതിൻ്റെ പരസ്യം ചെയ്യുക, അത് ഒരാൾ വീട്ട് അഭിനയിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് അതിൽ ലാഭം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു സംഗതിയൊന്നും സോഫാർ എനിക്ക് ഇതുവരെ പ്ലാൻ ഇല്ല. ഇതുവരെ ഒരു സിനിമയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുമില്ല. ഇല്ല. ഇപ്പം ഇതുവരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ടൈമായിട്ടില്ല. ആഫ്റ്റർ 10 years ചിലപ്പോൾ ആയിക്കൂടാന്നില്ല, എനിക്കറിയില്ല, എനിക്കത് ഇപ്പോഴേ കാണാൻ പറ്റില്ല. പിന്നെ ഉള്ള ഡയറക്ഷൻ അതൊന്നും വേറെ ആരും കേൾക്കരുത് അങ്ങനെ ചോദിച്ചു. ഇപ്പം അങ്ങനെ ഒരു അതിമോഹമൊന്നുമില്ല. ഇപ്പൊ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നൊരു ആഗ്രഹമുണ്ട്.
പിന്നെ പക്ഷെ ഉള്ളിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് ആരും കേൾക്കണ്ട. അല്ല, ഞാനത് അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറയാത്തതിന് കാരണം പറയാൻ പറ്റില്ല. കറക്റ്റ്. ചിലപ്പം ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ആഗ്രഹം ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു ടാലന്റോ എന്തോ ഉണ്ട് എന്നുള്ളത്. കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ അതൊരു എപ്പോഴും ആൾക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, ക്യാമറ മേടിച്ചു. അപ്പം ഇങ്ങനെ കുറേ സിനിമയിൽ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡിലേക്ക് കുറേ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി നല്ല പടങ്ങൾ ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജൂൺ 12 മൺസൂണാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവും ആ കാണുന്ന രീതിയും ഒക്കെ വളരെ മനോഹരമാണ്. ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു ആൻഡ് ജുഹാൻ, നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും. താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.